തിരുവനന്തപുരം പാറശാല വില്ലേജ് ഓഫീസ് അടച്ചിട്ട് ജീവനക്കാർ. അന്വേഷണത്തിന് വിജിലൻസ് എത്തിയപ്പോഴാണ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന് കണ്ടെത്തിയത്. വില്ലേജ് ഓഫീസിലെത്തിയവർക്ക് മണിക്കൂറുകളോളമാണ് കാത്തുനിൽക്കേണ്ടി വന്നത്. ജീവനക്കാരന്റെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിന് പോയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, വില്ലേജ് ഓഫീസിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമാകേണ്ട ഒരു ഓഫീസ് കൂടിയാണ്. ഈ ജീവനക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം അത് എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ? ഒപ്പം തന്നെ ആരെങ്കിലും പരാതി നൽകിയതിന്റെ സാഹചര്യത്തിലാണോ വിജിലൻസ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണക്കാരന്റെ നിത്യേനയുള്ള ചില ആവശ്യങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. നിരവധി പേരാണ് പാറശാല വില്ലേജ് ഓഫീസിലെത്തി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നത്. 7 ജീവനക്കാരാണ് ഈ വില്ലേജ് ഓഫീസിലുള്ളത്. അതിലൊരു ജീവനക്കാരന്റെ ബന്ധു മരിച്ചു. ഈ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കുവാൻ വേണ്ടിയാണ് വില്ലേജ് ഓഫീസ് പൂർണ്ണമായി അടച്ചിട്ടതിന് ശേഷം ഇവർ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഒരു നമുക്കൊക്കെ തന്നെ ഒരു ചിരി വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ സ്വീപ്പർ പോസ്റ്റിലുള്ള ഒരാളുടെ ബന്ധുവിനെ ഈ വില്ലേജ് ഓഫീസ് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ പോയത് എന്നുള്ളതാണ്. എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പരാതി, അതായത് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ നൽകിയ പരാതി, ആ പരാതി അന്വേഷിക്കുവാൻ വേണ്ടിയാണ് വിജിലൻസ് അവിടെ എത്തുന്നത്. വിജിലൻസ് എത്തുമ്പോഴാണ് വില്ലേജ് ഓഫീസ് പൂർണ്ണമായി അടച്ചിട്ട് ഉദ്യോഗസ്ഥർ മരണാനന്തര ചടങ്ങിന് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജീവനക്കാരെ ഉടൻ തന്നെ അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നടത്തി പോകുന്നുണ്ട്. എന്തായാലും ആരും നിലവിൽ ഇതിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല. വിജിലൻസ് നേരിട്ട് നടപടി എടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിധ. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.